ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് എങ്ങനെ ഒരു ആഡ് അക്കൗണ്ടിനെ നമ്മൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ റിസൾട്ടുകൾ, കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇനി അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. സോ ആദ്യമായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അക്കാദമിയുടെ ആഡ് അക്കൗണ്ടാണ്. അവർ ചെയ്യുന്ന ആഡുകളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത്. സോ ഇതിൽ നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ലാസ്റ്റ് 30 ദിവസം ഏകദേശം ഒരു 7,000 പ്ലസ് GST അടക്കം ഒരു എമൗണ്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം നമ്മളുടെ ഓരോ ഉയർച്ചയും താഴ്ചകളും കാര്യങ്ങളൊക്കെ. സോ കഴിഞ്ഞ മാസം നമ്മൾ ഏകദേശം 2,130 ക്ലിക്കുകളാണ് കിട്ടിയത്, 31,000 ഇംപ്രഷൻ ചെയ്തപ്പോൾ. അപ്പോൾ ഈ റേഞ്ചാണ് ആവറേജ് CPC അഥവാ ഒരു ക്ലിക്കിന് വന്ന CPC റേറ്റ് നമ്മളുടെ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. 3 രൂപയാണ് ഒരു ക്ലിക്കിന് വെച്ച്, അല്ലെങ്കിൽ 4 രൂപയുടെ അടുത്താണ് ടാക്സ് അടക്കം വരുന്നത്. ഇതാണ് നമ്മുടെ ഓവറാൾ ഒരു റിസൾട്ട്. സോ ഇനി നമുക്കൊരു സ്പെസിഫിക് ക്യാമ്പയിൻ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെസിഫിക് ക്യാമ്പയിൻ നമുക്ക് എടുക്കാം. സോ അതിൻ്റെ ലാസ്റ്റ് 30 ഡേയ്സിൻ്റെ റിപ്പോർട്ട് ലോഡിംഗ് ആയി വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ആഡുകൾ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നിർബന്ധമാണ് എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ആഡ് ഉണ്ടാക്കിയിട്ട് അതിലങ്ങനെ പേയ്മെൻറ്റ് ഇട്ട് പോയാൽ നമുക്കൊന്നും ഒരു കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരു ആഡ് നമുക്ക് നോക്കാം. ഏകദേശം ഈ ഒരു ആഡിനെ ആവറേജ് 4 രൂപ 24 പൈസയാണ് വന്നിട്ടുള്ളത്. ഓരോ ദിവസം ആവറേജ് ഒരു 49-50 ക്ലിക്കുകളാണ് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് വരുന്നത്. സോ അവർ കുറേ സജഷൻസ് തന്നിട്ടുണ്ട്. മാത്രമല്ല ഏത് ഏജ് റേഞ്ചിലുള്ളവരാണ് മെയിനായിട്ട് നമ്മളുടെ പഠിക്കാൻ താല്പര്യമുള്ള ഏജ് റേഞ്ച് 24 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മെജോറിറ്റി പീപ്പിളും മൊബൈലിലാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടറുകൾ ഓഫാക്കി വെക്കാം. പിന്നെ അവരുടെ ക്ലിക്കുകൾ വരുന്നത് ആഫ്റ്റർ ഒരു മെയിനായിട്ട് ഈവനിങ് ആണ്, 6 PM ശേഷമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ആ ഒരു നിങ്ങൾക്കറിയാം, ഈ ഒരു സമയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ തന്നെ ബെറ്റർ ടൈമുകൾ കാണാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. 1% 12 to 6, 7 ഈ ഒരു സമയത്താണ് ഗൂഗിളിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാം തേഴ്സ്ഡേ വ്യാഴാഴ്ചയാണ് കൂടുതൽ റിസൾട്ടുകൾ വരുന്നത്. എന്നാൽ കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും വരുന്നുണ്ട്. സോ നിങ്ങൾ ഡേ ആൺ അവർ നോക്കുകയാണെങ്കിലും അവേഴ്സ് നോക്കുകയാണെങ്കിലും ഈ ഒരു സമയത്താണ് ബെറ്റർ റിസൾട്ട് വരുന്നത്. സോ വേണമെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇവിടെ നമ്മുടെ ഓരോ കീവേഡിനും വരുന്ന കോസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഏതൊക്കെ സെർച്ച് ടേംസിലാണ് നമ്മുടെ പരസ്യങ്ങൾ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഇംപ്രഷൻ എന്നൊക്കെ ഉള്ളത് ഇവിടെ കാണുന്നുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ഈ കീവേഡ്സ് വേണമെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഓരോ കീവേഡ്സും കാണാൻ പറ്റും. ഈ കീവേഡ്സിൽ നിങ്ങൾക്ക് വേണ്ടാത്തത് ഇവിടെ ഓഫ് ചെയ്ത് വെക്കാം. ഈ കീവേഡ്സിന് കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓരോ കീവേഡുകളും ബ്രോഡ് മാച്ച് ആണ് ഇതിലുള്ളത്. ഏറ്റവും ബെറ്റർ എക്സാക്റ്റ് മാച്ച് ചെയ്യലാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കീവേഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ കോമ്പറ്റീറ്റർ കീവേഡുകളും ഇതിലുണ്ട്. യെസ്, അപ്പോൾ അവർക്ക് വരുമ്പോഴും നമ്മുടെ ഒരു ബ്രാൻഡിങ് അവിടെ പോകും. ഈ നെഗറ്റീവ് കീവേഡ്സ് ഇൻ കേസ് ഇനി നമ്മളത് പരസ്യം ഒരിക്കലും കാണിക്കേണ്ടാത്ത കീവേഡ്സുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ട് നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് കീവേഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീവേഡുകൾക്കൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് ഇത് പരസ്യം ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് കീവേഡിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ ഓഡിയൻസിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുത്താം, അവരുടെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഒരു ക്യാമ്പയിനിൽ, ഈ ഒരു ക്യാമ്പയിനിൽ എത്ര കോസ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോസ്റ്റിൽ ക്ലിക്കുകൾ 1000 ആവറേജ് CPC എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പയിനിൽ 4.24 ആണ്. കുഴപ്പമില്ലാത്തൊരു ക്ലിക്കാണ് വന്നിട്ടുള്ളത്. മറ്റുള്ളതൊന്നും ഞാൻ സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഷോ ചെയ്യുന്നില്ല. ഈ കോളംസ് നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് പുതിയ എത്ര ഇംപ്രഷൻ
CTR എത്രയെന്ന് അറിയാനുള്ളത്, അവറേജ് കോസ്റ്റ് എന്നുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തു. ഇനി എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ CTR എന്ന് പറയുന്നത് 6.61, കുഴപ്പമില്ലാത്തൊരു CTR ഉണ്ട്. അഥവാ കാണുന്നതിൽ ഒരു 6% നമ്മളെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ടുണ്ട് പരസ്യം. അപ്പോൾ ഈ CTRനെയാണ് നിങ്ങൾ മെയിൻലി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പരസ്യങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രൂപത്തിൽ തന്നെയല്ല നമ്മളുടെ കീവേഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ഒക്കെ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. CTR ഒരു 3ൻ്റെ മുകളിലെങ്കിലും നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. മാത്രമല്ല നമ്മളുടെ ലാൻഡിംഗ് പേജ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, പെട്ടെന്ന് ലോഡായിരുന്നതായിരിക്കണം. മാത്രമല്ല ബൗൺസ് റേറ്റ് എന്ന് പറയും, അഥവാ വന്ന ഉടനെ തിരിച്ചു പോകാൻ പറ്റാത്ത രൂപത്തിലായിരിക്കണം. അഥവാ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ബാക്കോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി സ്കോർ പറയും. അത് നമ്മളെ കോസ്റ്റ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ഡീപ്പായിട്ടുള്ള നമ്മൾ അഡ്വാൻസ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് സെല്ലിൽ ഞങ്ങൾക്ക്